കീഴിലുള്ള സമഗ്ര ശിക്ഷ കേരളയുടെ ആഭിമുഖ്യത്തിൽ ഒറ്റപ്പാലം BRCക്ക് കീഴിലുള്ള ശാരീരിക പരിമിതിയുള്ള കുട്ടികൾക്ക് ഉപകരണങ്ങൾ വിതരണം ചെയ്തു. വിതരണ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി ബാബു നിർവഹിച്ചു. 2024-25 അധ്യയന വർഷത്തിൽ ഒറ്റപ്പാലം BRC പരിധിയിലെ പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന ശാരീരിക പരിമിതിയുള്ള കുട്ടികൾക്ക് വേണ്ടി നടത്തപ്പെട്ട വൈദ്യ പരിശോധനാ ക്യാമ്പിൽ പങ്കെടുത്ത കുട്ടികൾക്കുള്ള ഉപകരണ വിതരണമാണ് ചൊവ്വാഴ്ച രാവിലെ ഒറ്റപ്പാലം ബുക്ക് ഡിപ്പോ ഹാളിൽ വെച്ച് നടന്നത്. ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി ബാബു വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഒറ്റപ്പാലം ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ PM വെങ്കിടേശ്വരൻ മാസ്റ്റർ ചടങ്ങിൽ അധ്യക്ഷനായി. 23 കുട്ടികൾക്ക് വീൽചെയർ ഉൾപ്പെടുന്ന 12 ഇനങ്ങൾ അടങ്ങിയ ഉപകരണങ്ങളാണ് വിതരണം ചെയ്തത്. BRC സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ KS ഗോപിനാഥ് സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ KV റീന നന്ദി പറഞ്ഞു. ഇപ്പോൾ കേരളം മാത്രം വേറെ സംസ്ഥാനമില്ലേ? കേരളം മറ്റു പല സംസ്ഥാനങ്ങൾക്കും മറ്റു പല മേഖലകളിലും മാതൃകയാണ്. വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിലും ആരോഗ്യ മേഖലയിലാണെങ്കിലും അതിന്റെ ഭാഗമായിട്ടാണ് നേരത്തെ പറഞ്ഞ പോലെ ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെടുന്നത്. ഏതൊരു പുതിയ കെട്ടിടം നിർമ്മിക്കുകയാണെങ്കിലും ഏതൊരു പുതിയ സംവിധാനം ഉണ്ടാക്കുകയാണെങ്കിലും അതൊക്കെ ഭിന്നശേഷിക്കാരായുള്ള ആളുകളെ കൂടി പരിഗണിച്ചുകൊണ്ടുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയാൽ മാത്രമേ അത്തരം സംവിധാനങ്ങൾക്ക് അംഗീകാരം കിട്ടുള്ളൂ. അത്തരത്തിൽ ചേർത്ത് പിടിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഒത്തൊരുമയോടുകൂടി ഈ സംവിധാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉള്ള കൂട്ടായ്മയിൽ നമുക്ക് എല്ലാവർക്കും പങ്കാളികളാകാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരു പ്രസംഗത്തിനോ അല്ലെങ്കിൽ ഒരു ഉദ്ഘാടനത്തിനോ സാങ്കത്യമില്ലാതെ ഏതാണെങ്കിലും നേരത്തെ വെങ്കിടേഷ് പറഞ്ഞ പോലെ ഈ കുടുംബത്തിന്റെ ഭാഗമായി എനിക്ക് ബ്ലോക്ക് പഞ്ചായത്ത് തസ്തികയ്ക്ക് 2 മാസം കൂടിയുള്ളൂ. ചേട്ടാ ഒരു ചായ. സൂപ്പർ ഫാസ്റ്റ് ആണല്ലോ. ഇതെന്താ കേരള വിഷൻ വൈഫൈയാ? ഫാസ്റ്റ് ഒക്കെ തന്നെ, പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ്. ചായ ഫ്രീ അല്ല, കാശട് കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ. ഫ്രീ ആയി കണക്ട് ആവൂ.